സ്കോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? സ്കോർ എന്ന് പറഞ്ഞാൽ ഈ എക്സാമിനൊക്കെ സ്കോർ ചെയ്യുക, ഈ സ്കോർ ഫോർ ആൻ എക്സാം അല്ല. അതായത് ഈ കഞ്ചാവൊക്കെ പോലത്തെ ലഹരി വസ്തുക്കളില്ലേ, അത് സംഘടിപ്പിക്കുന്നതിന്, അത് വാങ്ങുന്നതിന് കുട്ടികൾ ഉപയോഗിക്കുന്ന കോഡ് വാക്കാണ് സ്കോർ ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഈ ലഹരി സംബന്ധമായിട്ട് കുട്ടികൾ ഉപയോഗിക്കുന്ന ഇതുപോലത്തെ കുറേ കോഡ് വാക്കുകളുണ്ട്. അതിനെ പറ്റിയിട്ട് പഠിക്കാനാണ് ശരിക്കും പറഞ്ഞ ഇന്നത്തെ ക്ലാസ്. അപ്പൊ ലൈൻ ഇടുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? MDMA എന്ന് പറയുന്ന ഒരു രാസലഹരി ഉണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കുന്നതിനുള്ളൊരു കോഡ് വാക്കാണ് ലൈൻ ഇടുക എന്ന് പറയുന്നത്. ഈ ജോയിന്റ് അടിക്കുക, സ്റ്റിക്ക് അടിക്കുക, അതൊക്കെ എന്താണെന്ന് അറിയാമല്ലോ അല്ലേ? സ്റ്റിക്ക് ഇതല്ല, കഞ്ചാവ് വലിക്കുന്നതിന് പറയുന്നതാണ് ജോയിന്റ് അടിക്കുക, സ്റ്റിക്ക് അടിക്കുക എന്നൊക്കെ ഉള്ളത്. പൊടി അടിക്കുക അതെന്താണെന്നറിയാമോ? ഇങ്ങോട്ട് നോക്കി, ആ പൊടി അടിക്കലല്ല, കൊക്കെയിൻ ഇല്ലേ, കൊക്കെയിൻ ഉപയോഗിക്കുന്നതിന് പറയുന്ന കോഡ് വാക്കാണ് പൊടി അടിക്കുക എന്നുള്ളത്. ആ പേപ്പർ ഇടുക എന്താണെന്ന് അറിയോ? അറിയോ 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 പേപ്പർ ഇടുക അല്ല. LSD എന്ന് പറഞ്ഞിട്ടൊരു ഡ്രഗ് ഉണ്ട്, ഒരു രാസലഹരി വസ്തുണ്ട്. അത് ഉപയോഗിക്കുന്നതിന് പറയുന്നതാണ് പേപ്പർ ഇടുക എന്നുള്ളത്. ഇനി പേപ്പർ തരുവോ അല്ലെങ്കിൽ പേപ്പർ ഉണ്ടോ എന്ന് പറഞ്ഞ് വേറൊരെണ്ണം കൂടെ ഉണ്ട്. അതെന്താണെന്നറിയാമോ? അതായത് ഈ കഞ്ചാവൊക്കെ റോൾ ചെയ്യാനായിട്ട്, അത് ചുരുട്ടാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം പേപ്പർ ഉണ്ട്, റോളിംഗ് പേപ്പർ. അത് വാങ്ങാനായിട്ട് അല്ലെങ്കിൽ അത് ചോദിക്കുന്നതാണ് പേപ്പർ ഉണ്ടോ എന്ന് പറയുന്നത്. നിങ്ങളൊക്കെ ഭയങ്കര പോറാണ് കേട്ടോ, ഭയങ്കരമായിട്ട് ക്ലാസ്സസിൽ ശ്രദ്ധിക്കണം, എല്ലാവരും ട്യൂഷനൊക്കെ പോകണം, എങ്കിലേ ശരിയാവുള്ളൂ. ഓക്കെ, തമാശയല്ല, വളരെ സീരിയസ് ആയിട്ട് നോക്കുമ്പോൾ കുട്ടികളുടെ ഇടയിലെ ലഹരി ഉപയോഗം നിർത്താൻ ഏറ്റവും നല്ല ചാൻസ് ഉള്ളത് നിങ്ങൾ പേരൻസിന് തന്നെയാണ്. അവരുടെ കൂടെ ഏറ്റവും അധികം സമയം ചെലവഴിക്കുന്നത് ചിലപ്പോൾ നിങ്ങളായിരിക്കാം, അവരെ ഏറ്റവും അധികം കാണുന്നത് നിങ്ങളായിരിക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ, അതായത് ലഹരി ഉപയോഗം നിർത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവരിത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനു വേണ്ടിയാണ് സത്യം പറഞ്ഞ ഇന്ന് ഈ ക്ലാസ് എടുത്തത്. നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, കുട്ടികളുടെ സാമ്പത്തിക ഇടപാടുകൾ. അതായത് അവരുടെ കയ്യിലുള്ള പൈസ അവരെങ്ങനെ ചെലവാക്കുന്നു, ആ പൈസ എങ്ങോട്ട് പോകുന്നു, ഇതിന്റെ വിവരങ്ങളെല്ലാം നിങ്ങൾ ചോദിച്ചറിയണം. അതായത്